നമസ്കാരം, എല്ലാവർക്കും ക്യാച്ച് ഫിഷിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഫിഷിംഗ് വീഡിയോ അല്ല, ഒരു ഫിഷ് ട്രാപ്പ് ഉണ്ടാക്കുന്നതാണ് പുതിയ രീതിയിൽ. നമുക്ക് എല്ലാ കല്ലും കൂട്ടം അതുപോലെ കൊമ്പൊക്കെ ഉള്ള ഉടക്കുള്ള സ്ഥലങ്ങളിൽ പുഴകളൊക്കെ എറിയാൻ പറ്റിയൊരു ഫിഷ് ട്രാപ്പാണ്. വീഡിയോ മുമ്പ് ഇത് ഉപയോഗിച്ച് മീൻ പിടിച്ചതാണ്. എന്നാലും എൻ്റെ മേക്കിംഗ് വീഡിയോ എടുത്തിട്ട് നോക്കാമെന്ന് വെച്ചു. നമുക്കത് വീഡിയോയിലേക്ക് പോവാം. അങ്ങനെയായിട്ട് വേണ്ടത് ഇത് കമ്പി, ഇത് ഫീഡർ ഉണ്ടാക്കണം. ഫീഡർ ഇപ്പോൾ ഉണ്ടാക്കിയ വീഡിയോ ഓൾറെഡി എല്ലാവരും ഇട്ടിട്ടുണ്ട്. അപ്പം അതിൻ്റെ വീഡിയോ എടുക്കുന്നില്ല. പിന്നെ വേണ്ടത് ഇങ്ങനത്തൊരു പൈപ്പ്, ചെറിയൊരു പ്ലാസ്റ്റിക്കിൻ്റെ പൈപ്പ്, പിന്നെ ഒരു സിവിലാണ് വേണ്ടത്. കുളത്ത് സെറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം ഫീഡർ ഉണ്ടാക്കിയത്. ഇപ്പോൾ ഇതാണ് ഫീഡർ ഉണ്ടാക്കിയിട്ട് ഇടയിൽ ഇതിന് പകരം ഈ പൈപ്പ് ആവശ്യത്തിന് നോക്കിയിട്ട് അത് കട്ട് ചെയ്ത് ഈ വശം ഒന്ന് ഉരുക്കി കൊടുത്തു കഴിഞ്ഞാൽ അത് അവിടെ ഇരുന്നോളും. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലൊരു ഹോള് വേണം, എങ്കിൽ നമുക്ക് ആ കുളത്ത് കയറ്റിയിടാൻ പറ്റുള്ളൂ. ഇപ്പം സിവിലിൽ നമുക്ക് കിട്ടിയിട്ടുണ്ടത്. ഇത് ഞാൻ കുളത്ത് കെട്ടിയേക്കുന്നൊരു 1 2 3 4 5 6 കുളത്താണ്. ഇതുപോലെ നമ്മൾ ഇതിപ്പോൾ എല്ലാവർക്കും കെട്ടാൻ അറിയാം, അതുകൊണ്ടാണ് ഈ കെട്ടുന്ന വീഡിയോ ഞാൻ എടുക്കാത്തത്. ഇതിപ്പോൾ ഇത് പറയാം, സിവിലിന് കുളത്തിനൊരു 6 കുളത്തിന് കെട്ടിയിട്ട് ശേഷം കുളത്ത് കെട്ടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. കാണാൻ പറ്റണമെന്നില്ല, ഇതേപോലെ കെട്ടണം. കെട്ട് ഇവിടെ വരണം. ക്യാമറയിൽ കുളത്ത് ഇതുപോലെ കെട്ടണം. അപ്പോൾ അത് വിട്ടുപോകാൻ ചാൻസ് കുറവാണ്. പക്ഷെ ഇവിടെ കെട്ടിക്കഴിഞ്ഞ് കുളത്ത് തീറ്റ ഇരിക്കൽ കറക്റ്റ് അല്ലെങ്കിൽ ഓടി കളിക്കും. ഇതാകുമ്പോൾ ഓടി കളിക്കില്ല. ശേഷം ഫീഡറിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഇതാണ് സിസ്റ്റം. ഇതിനകത്ത് നമ്മൾ ഫീഡ് നിറച്ച ശേഷം ഈ കുളത്തിൽ ഇങ്ങനെ കുത്തി വയ്ക്കുക. ഇതുപോലെ തന്നെ എല്ലാ സ്ഥലത്തും കുത്തി വെച്ച ശേഷം അപ്പോൾ ഇതേപോലെ ഇരിക്കും. തീറ്റയ്ക്ക് ഇതിങ്ങനെ ഇരിക്കും. അപ്പോൾ ഇത് ലോഡ് ചെയ്യുമ്പോൾ അത്യാവശ്യം ഇതേപോലെ ഇരിക്കും. ഇത് തീറ്റ ഒന്ന് വീണ ശേഷം അത് മീൻ ഹുക്കായി കഴിഞ്ഞാൽ ഇത് ഉടക്കുണ്ടാവില്ല. ഇത് വലിച്ചെടുക്കുമ്പോൾ ഇതെല്ലാം കൂടി ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിയിരിക്കും. ഇപ്പം മീൻ ഹുക്കായാലും ആ കുളത്തുനിന്ന് കെട്ടിയത് ഇവിടെ ഒന്ന് ഫീഡർ ഒന്ന് തടഞ്ഞു വെക്കും പോലെ. അപ്പോൾ ആ ഒരു ഹുക്കാണെങ്കിലും ആ ഹുക്കിൽ നിന്ന് പോവില്ല, വിട്ടുപോവില്ല. അത് ഈ സാധനം കറക്റ്റായിട്ട് ലോഡ് ചെയ്ത് നിന്ന് നമുക്ക് മീനെ കരക്കയറ്റാം. അതുപോലെ ഈ കല്ലുംകൂട്ടൊക്കെ ഉള്ളത്, കല്ലുംകൂട്ടം കോഴികളൊക്കെ ഉള്ള സ്ഥലത്തിട്ട് നമുക്ക് ഫീഡ് എറിയാവുന്നതാണ്. തടസ്സം ഉണ്ടാവില്ല. ഉടക്കൽ നല്ല കുറവുണ്ട്. ഞാൻ ഇപ്പോഴും ഇത് ഉപയോഗിക്കുന്നുണ്ട്. ഇത് ഉപയോഗിച്ച് കുറച്ച് മീനെ പിടിച്ചായിരുന്നു. അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. അപ്രതീക്ഷിതമായിട്ടൊരു വീഡിയോ കിട്ടി. അപ്പോൾ അത് ഇതിന് കൂടെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. മീനെ പിടിച്ചത് കാണിച്ചു തരാം. ഒരു ചെറിയ മീനാണ്, ഒരു 3/4 കിലോ വരുന്നൊരു റോഹുവിൻ്റെ വീഡിയോ ആണ്, അതിടാം. അപ്പോൾ ഇതാണ് സെറ്റപ്പ്. ഇതുപോലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇപ്പോൾ ഈ പുഴ, കായൽ, അതുപോലെ തന്നെ ഈ ഉടക്കമുള്ള സ്ഥലങ്ങളൊക്കെ പറമ്പടയിലും അതിൽ കല്ലൊക്കെ ഉണ്ടാവല്ലോ. അപ്പോൾ അതിലൊക്കെ ഈ സാധനം ഉപയോഗിക്കുകയാണെങ്കിൽ തടസ്സം കുറഞ്ഞു കിട്ടും. അല്ലെങ്കിൽ നമ്മൾ കുളച്ചിട്ട് മൊത്തത്തിൽ പോകും. അതിന് നൂല് കെട്ടുമ്പോൾ പരമാവധി തിക്നെസ് കുറഞ്ഞ നൂല്, കനം കുറഞ്ഞ നൂല് കെട്ടുക. അപ്പോൾ പൊട്ടിപ്പോവാണെങ്കിൽ ഈ ഒരു കുളത്തെ പൊട്ടിപ്പോവുള്ളൂ. കാരണം കൂടുതൽ നൂല് കെട്ടിക്കഴിഞ്ഞ് ഈ സാധനം സെറ്റ് മൊത്തത്തിൽ പോകും. ഇപ്പോൾ 5-6 കുളത്ത് മൊത്തത്തിൽ പോയി കഴിഞ്ഞാൽ സിവിലും പോകും. അപ്പോൾ തന്നെ പൈസ ഒരു നഷ്ടപ്പെടും നമുക്ക്. ഇതാകുമ്പോൾ കനം കുറവ് എങ്ങനെ ഉടക്കി കഴിഞ്ഞാൽ പോയാലും ഒറ്റ കുളത്ത ഇതിന് വിട്ടു പോകുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും നൂല് കെട്ടുമ്പോൾ ഇങ്ങനത്തെ കുളത്ത് കെട്ടാൻ നോക്കുക. അപ്പോൾ ഈ കുളത്ത് ഉടക്കി കഴിഞ്ഞാൽ അധികം പോവില്ല. ആ ഒരു കുളത്തേ പോവുള്ളൂ. പിന്നെ മീൻ പരമാവധി ഡ്രാഗ് ഇട്ടെന്ന് കയറ്റണേ. ഫുൾ ഡ്രാഗിൽ കയറ്റിക്കഴിഞ്ഞാലും പൊട്ടി പോകും. അപ്പോൾ പരമാവധി ഡ്രാഗ് ഇട്ട് കളിപ്പിച്ച് കയറ്റാൻ നോക്കാം മീനുകളൊക്കെ. അപ്പോൾ ഇതാണ് ഫിഷ് ട്രാപ്പ്. ഒരു ഏത് ഉടക്കിലും നമുക്ക് ഇടാൻ പറ്റിയ ഫിഷ് ട്രാപ്പ്.
കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക, എല്ലാവരും എത്തിക്കുക. ഇത് മിക്കവർക്കും ഒട്ടുമിക്ക എല്ലാവർക്കും ഇത് വീഡിയോ ഉപകാരപ്പെടും. കാരണം ഒരുപാട് ഒടുക്കുള്ള സ്ഥലങ്ങളിലൊക്കെ ഒരുപാട് കുളത്തിൽ സെറ്റ് ഉടക്കി പോകാൻ സാധ്യതയുള്ളതാണ്. അപ്പോൾ അതിൽ നിന്നൊക്കെ കുറേയൊക്കെ ഒരു മാറ്റം കിട്ടും. അധികം ഉടക്കി പോവില്ല, അതൊരു മീൻ കിട്ടിയാൽ തന്നെ കയറി പോലെ ചെയ്യും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.